നമസ്കാരം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ബഹിരാകാശത്ത് പോകാനൊക്കെ സർക്കാർ ശതകോടികളാണ് ചിലവാക്കുന്നത്. അത് ആവശ്യവുമാണ്. പക്ഷേ അതിനേക്കാളുമൊക്കെ അത്യാവശ്യമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തലച്ചോറിനെയും തൊലിക്കട്ടിയെയും കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എത്ര കോടി മുടക്കിയാലും അത് ആ രാജ്യത്തിന് പ്രയോജനപ്പെടുകയേ ഉള്ളൂ. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രം ലോകത്തിലില്ല. ഏതൊരു കാര്യത്തെയും അത് സമൂഹത്തിന് എത്ര ഗുണമുള്ള കാര്യമാണെങ്കിലും അവർ ആദ്യം എതിർക്കും, അതിനെതിരെ സംസാരിക്കും, പ്രതിഷേധിക്കും, പ്രതിഷേധം എന്ന പേരിൽ പൊതുമുതൽ തല്ലി തകർക്കും, അങ്ങനെ പലതും ചെയ്യും. ഒടുവിൽ എല്ലാവരും അംഗീകരിച്ച് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇവരും അംഗീകരിക്കും. സ്വാശ്രയ കോളേജ്, PM ശ്രീ, GST, കമ്പ്യൂട്ടർ, ട്രാക്ടർ, VC നിയമനം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതെല്ലാം ഗുണമുള്ളതാണെന്ന് ഇവർക്കും അറിയാം. പക്ഷേ എതിർത്തില്ലെങ്കിൽ എന്തോ ഒരു വല്ലായ്മ. അതുമാത്രമല്ല, എന്തിനേയും എതിർക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവരാണ് തങ്ങളെന്നും കമ്മ്യൂണിസം ഇല്ലാതെ ഒരു നാടിനും നിലനിൽപ്പില്ലെന്ന് മണ്ടന്മാരും മരക്കഴുതകളുമായ അണികളെ ബോധ്യപ്പെടുത്തുകയുമാണ് നേതാക്കളുടെ ലക്ഷ്യം. പ്രതിഷേധമെല്ലാം നടത്തി പോലീസിൻ്റെ അടികൊണ്ട് അണ്ടം പൊളിയുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കുമായിരിക്കും. വിവേകിനും വീണയ്ക്കും ബിനീഷിനും ബിനോയ്ക്കും നിഖിലിനും അശോകിനും ശ്യാംജിത്തിനും ജെയ്സണും ഒന്നും സമരങ്ങളുടെ പേരിൽ പോക്കുവെയിൽ പോലും കൊള്ളേണ്ടി വന്നിട്ടില്ല. ഇവരൊക്കെ ആരാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പിണറായിയുടെയും കോടിയേരിയുടെയും ബേബിയുടെയും ഗോവിന്ദൻ്റെയും ജയരാജിൻ്റെയും ബാലൻ്റെയും ഒക്കെ മക്കളാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, പറഞ്ഞു വന്ന കാര്യത്തെക്കുറിച്ച് പറയാം. CPM-ൽ പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. പക്ഷേ ഈ പ്രായപരിധി മാനദണ്ഡം തനിക്ക് മാത്രം പിണറായി ബാധകമാക്കിയില്ല. KK ശൈലജയെ പോലെയുള്ള സാമാന്യം ഭേദപ്പെട്ട ജനപ്രീതിയുള്ളവരെ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തു നിന്ന് മാറ്റി നിർത്തി. 140-ൽ 100 സീറ്റും പിടിച്ചതോടുകൂടി പിണറായി പഴയതിനേക്കാൾ ശക്തനായി പാർട്ടിയിൽ. എന്നാൽ കോവിഡിൻ്റെ പേരിൽ ബോണസായി കിട്ടിയ തുടർഭരണം പിണറായിയും സംഘവും ആഘോഷമാക്കി. അതിൻ്റെ ഫലം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതോടെ കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങുകയാണ് CPM. പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് വരുത്താൻ പോവുകയാണ് പോലും. ഇപ്പോൾ CPM-ൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവും ഏറ്റവും ആകർഷണശേഷിയുള്ള നേതാവും പിണറായി വിജയനാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ പിണറായിയെ മുന്നിൽ നിർത്തിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം നേരിടാൻ ഒരുങ്ങുന്നത്. അതായത് ഇത്തവണയും ക്യാപ്റ്റൻ പിണറായി ആയിരിക്കും എന്നർത്ഥം. ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് ഇത്തവണയും പിണറായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. നയിക്കാൻ പിണറായി ഉണ്ടെങ്കിൽ വിജയം കൂടെ ഉണ്ടാകും എന്നാണ് അത്രേ CPM നേതാക്കൾ പറയുന്നത്. പിണറായിക്ക് 80 വയസ്സായി, കടന്നപ്പള്ളിക്ക് 81. ഇത്തവണയും മത്സരിക്കുന്ന കടന്നപ്പള്ളിയെ ചൂണ്ടിക്കാട്ടി തന്നേക്കാൾ പ്രായം കൂടിയവർ മത്സരിക്കുന്നുണ്ടല്ലോ എന്ന ന്യായീകരണം പിണറായി നിരത്തുമെന്നുറപ്പാണ്. പിണറായിയെക്കാളും പ്രായക്കൂടുതൽ ഉള്ളപ്പോഴാണ് VS അച്യുതാനന്ദൻ മത്സരിച്ച് മുഖ്യമന്ത്രിയായത്. പക്ഷേ കടന്നപ്പള്ളിയോടും VS-നോടും പിണറായിയെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. 80-85 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് VS മതികെട്ടാൻ മലയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനൊക്കെ പയറ് പോലെ തുള്ളിച്ചാടിപ്പോയത്. കടന്നപ്പള്ളിയും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ചെറുപ്പക്കാരെ പോലെ നടക്കുന്നയാളാണ്. എന്നാൽ പിണറായി അങ്ങനെയല്ല. നവകേരള സർക്കിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും ലിഫ്റ്റും കറങ്ങുന്ന കസേരയും വെച്ചയാളാണ്. പിണറായിയുടെ ആരോഗ്യാവസ്ഥയും നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട KK ശൈലജയെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നന്മയുടെ നിറകുടമായ ടീച്ചറമ്മയെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പിണറായിയെ മുന്നിൽ നിർത്തി കളിച്ചാൽ പറ്റ തൊടില്ലെന്ന് MP ജയരാജനും ഗോവിന്ദനും പോലും അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ നയിക്കുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപ് ടെസ്റ്റ് ഡോസ് എടുക്കുന്നത് പോലെയാണ്. കാരണം പിണറായിയെ മുന്നിൽ നിർത്തിയാൽ ജനങ്ങളുടെയും അണികളുടെയും പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ടെസ്റ്റ് ഡോസ്. 3ാം വട്ടം LDF ജയിക്കാൻ ഒരു വിദൂര സാധ്യത പോലുമില്ല. എന്തായാലും ധർമ്മടത്ത് മത്സരിക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കാനും പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞു. ധർമ്മടത്ത് പിണറായി ജയിക്കാനാണ് ഏറെക്കുറെ സാധ്യത. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി വിലസിയിരുന്നയാൾ MLA ആയി നിയമസഭയിലെത്തുന്നതും ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്നതും നമുക്ക് കാണാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടിയൊക്കെ പോകുമ്പോൾ പഴയതെല്ലാം അയവിറക്കി നെടുവീർപ്പിടാനായിരിക്കും പിണറായിയുടെ വിധി. കാരണം കർമ്മഫലം അനുഭവിക്കാതെ തരമില്ലല്ലോ.